കുഴപ്പമില്ല. അതെ, ഒരു കുഴപ്പമില്ല. എങ്ങനെയുണ്ട്? അതെ, 9 മാസവും 10 ദിവസമായ പ്രസവിക്കും. അതല്ലേ, അത് വിട്ട് പോവൂല. അതിനപ്പുറം പോവില്ല. അതേ വേണ്ടു. അതല്ല, അപ്പൊ ഇതിനെങ്ങനെ അയേണ് ഗുളികയൊക്കെ കഴിക്കണ്ടേ? എന്തിനാ അതൊക്കെ കഴിക്കണേ? നല്ല ആരോഗ്യമുണ്ട്, ഒരു കുഴപ്പമില്ല. പിന്നെ അതൊക്കെ അങ്ങനെ വലിച്ചു കയറ്റണം എന്ത് കാര്യത്തിനാണ്? ഞാൻ പറഞ്ഞിട്ട് മനസ്സിലാവില്ല. ഒരു ഗുളികയും കഴിക്കണ്ട. സത്യത്തിലേ ഭക്ഷണമാണ് മരുന്ന്. അതെല്ലേ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അത് വൃത്തിയായിട്ട് കഴിക്കുക, അളവ് കുറച്ചും കഴിക്കുക. അളവ് കൂടിയാലും കുഴപ്പാ. അതന്നെ. അതല്ല, ഈ കുട്ടീന്റെ പൊസിഷനൊക്കെ അറിയാൻ സ്കാനിങ് ഒക്കെ ചെയ്യണ്ടേ? അബദ്ധമാണ് പറഞ്ഞത്. എക്സ്റേ ഒന്നും കേട്ടൂടാശാനി. നമുക്ക് മുണ്ടാതൊരു 10 കുത്തിയിരുന്നാണ്. എനിക്കിനി വെള്ളം തെളിക്ക്. ആശാനെ, സ്കാനിങ് വേണ്ട, എക്സ്റേ വേണ്ട. എക്സ്ട്രാ എന്തെങ്കിലും തരട്ടെ എന്നാ ചോദിച്ചത്. അപ്പൊ കുഴപ്പമില്ല. ഇപ്പോ പൂച്ച പ്രസവിക്കുന്നുണ്ട്, ആട് പ്രസവിക്കുന്നുണ്ട്, പശു പ്രസവിക്കുന്നില്ലേ, കഴുത പ്രസവിക്കുന്നില്ലേ, അണലി പ്രസവിക്കുന്നില്ലേ, ഇരുമ്പ് പ്രസവിക്കുന്നില്ലേ, പന്നി അതും പ്രസവിക്കുന്നില്ലേ? ഇവരൊക്കെ ആശുപത്രി പോകുന്നുണ്ടോ? ഇല്ലല്ലോ. സിസേറിയൻ നടത്തുന്നുണ്ടോ? ഗുളിക കഴിക്കുന്നുണ്ടോ? ഡോക്ടർക്ക് ഫീസ് കൊടുക്കണ്ടോ? ഒന്നും ചെയ്യണില്ല, എല്ലാം പടയാണ്. അതേപോലെ മനുഷ്യൻ അങ്ങനെ പ്രസവിച്ചു. അവരാരെങ്കിലും സ്കാൻ ചെയ്യണണ്ടാ? ഇല്ലല്ല. ഇവിടെ ആശാന്റെ വീട്ടിലെ പൂച്ച കിങ്ങിണി ആഴ്ചയിൽ 10ഉം 12ഉം കുഞ്ഞുങ്ങളെയാണ് പെറ്റു വെക്കണം. പിന്നെ പുറത്തോട്ട് പോയിട്ട് ഗർഭിണിയായിട്ടുണ്ട് വരും. ആരെങ്കിലും ചോദിക്കാനും പറയാനും ഉണ്ടാ? ഒരു സ്കാനിങ്ങും ഇല്ല, ഒരു സ്കാനിങ്ങും ഇല്ല. ഓരൊക്കെ നന്നായിട്ട് തിന്നണുണ്ട്. അത് ഓരുണ്ടാക്കിയിട്ടൊന്നല്ല തിന്നണതേ. എന്തിനാ ഓരുണ്ടാക്കണത്? അത് എലീനെ പിടിച്ച് ഓടിച്ചിട്ട് പിടിച്ച് തിന്നോളും. ഓരോരുത്തർക്കും ഓരോ ഭക്ഷണം പറഞ്ഞിട്ടുണ്ടേ. അതെല്ലാം പ്രകൃതിയിലുണ്ടല്ലോ ആശാനെ. അതെ 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 അതെ. അല്ല, ഇപ്പൊ നിങ്ങള് പ്രകൃതിന്ന് എന്താ അതൊക്കെ തിന്നണ്? ഞാൻ കഴിക്കണതൊന്നും ഇപ്പൊ ഇതിൽ കൂട്ടണ്ട. ഞാൻ സത്യത്തില് സൂര്യഭോജന പതിവ്. എനിക്കത് മതി. എന്തേ സൂര്യഭോജനം? അതായത് സൂര്യൻ ഉദിച്ചുകൊണ്ട് വരുമ്പോ സൂര്യനെ അങ്ങോട്ട് വിഴുങ്ങുക. സൂര്യനെ തിന്നേ? സൂര്യനെ വിഴുങ്ങുക, തിന്നില്ല. നമ്മൾ ഈ കാണുന്ന സൂര്യനെ. ഓ, എന്നാ നിങ്ങളൊരു കാര്യം ചെയ്യും, സൂര്യൻ അങ്ങനെ വീങ്ങിയിട്ട് പിന്നെ പുറത്തേക്ക് വിടണ്ട. അവിടെ ഭയങ്കര ചൂടാ. 3-4 ദിവസം ആ വയറ്റിൽ തന്നെ വെച്ചോ. പിന്നെ അല്ലാതെ സൂര്യൻ അങ്ങനെ വീങ്ങാത്ത. അത് അവര് ഉദ്ദേശിക്കണ എന്താന്ന് പനക്കറിയോ? കാര്യമാക്കണ്ട. ഞാൻ ഉദ്ദേശിച്ചത് എന്താന്ന് വെച്ചാൽ നിങ്ങക്ക് എന്റെ ചൂട് കുറക്കാൻ വേണ്ടിട്ട് മൂപ്പര് സൂര്യന് വീങ്ങ. ആശാൻ പറയണ അങ്ങോട്ട് അനുസരിക്കുക. സുഖമായിട്ട് പ്രകൃതിദത്തമായിട്ട് അവനവന്റെ വീട്ടിൽ അങ്ങോട്ട് പ്രസവിക്കുക. മറ്റത് കാട്ടിക്കൊടുക്കട്ടെ? വേണ്ട 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 വേണ്ട. മുക്കാനുള്ളതേ അത് അടുത്ത തവണ കാട്ടിത്തരാം. ഇന്ന് വായുശക്തി ഇല്ല. ഒരു കാര്യം ചെയ്യാം, പ്രസവ വേദന വരുന്ന സമയത്ത് ഒന്ന് വിളിക്കാം. അപ്പൊ ഞാൻ ഇവിടുന്ന് ഒരു പെൺകുട്ടീനോട് പറഞ്ഞു. ആയിക്കോട്ടെ. ഞാൻ അതല്ല വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ അങ്ങോട്ട് വരും ചെയ്യാൻ, ഇവിടുന്ന് പ്രസവിക്കാം. എന്നാലും കുഴപ്പമില്ല. ഓ, ആയിക്കോട്ടെ ആയിക്കോട്ടെ. അപ്പൊ അങ്ങനെ ആയിക്കോട്ടെ. ഏയ്, അതൊന്നും ഇവിടെ പതിവില്ല. ഇതൊന്നും ഇവിടെ വേണ്ട. അതൊക്കെ ഇവിടെ തന്നെ നമ്മുടെ ഈ ചുറ്റുവട്ടത്തുണ്ടായുള്ള മരുന്നുകൾ, സംഗതികൾ അതൊക്കെ എടുത്തിട്ട് നമുക്ക് പറ്റുന്ന രീതിയിലുള്ള ചികിത്സകൾ കാണിച്ചു കൊടുക്കുക, ചെയ്തു കൊടുക്കുക. ഫലം ഉണ്ട് ആളുകൾ പറയുമ്പോ അതിലൊരു സുഖം. അത്രേ ഉള്ളൂ. ആശാൻ, കറണ്ട് കാശ് 4000 എന്തെങ്കിലും ഒന്ന് കൊടുക്കാം. അല്ല, ഞങ്ങൾക്ക് ഒരു സമാധാനത്തിന് മരുന്നൊക്കെ പതിവില്ല. ഒരു സമാധാനത്തിന് ശരി. നടക്കണോ? നന്നായിട്ട് നടക്കണം. പോയിക്കോളാം. അടുത്ത ആളെ വിട്ടോളൂ.